ഹലോ, നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയുടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കിയാലോ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണേ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് നെയ്യും ഹോൾ സ്പൈസസും സവാള ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചേച്ച അരിയും ക്യാരറ്റും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി റൈസ് വേകാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും സ്പൈസസും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് കളറ് ചേഞ്ച് ആവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവയിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില, പച്ചമുളക്, വറുത്ത സവാള എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേച്ച നെയ്ച്ചോറിലേക്ക് മല്ലിയിലയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ചിക്കൻ ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പാത്രത്തിൽ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കണത്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.